ബാഹുബലിയുടെ ഗെറ്റപ്പിൽ, അതായത് പുരാണ കഥാപാത്ര ഗെറ്റപ്പിൽ പ്രഭാസിലിരുന്ന സീനുണ്ട്. അത് തിയേറ്റർ പൊട്ടിത്തെറിക്കുന്ന രീതിയിലാണ് ഡയറക്ടർ ആ സാധനം എടുത്തു വെച്ചിരിക്കുന്നത്. നിങ്ങളിപ്പോൾ സയൻസ് ഫിക്ഷൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ പുരാണ കഥകൾ ഇഷ്ടപ്പെടുന്നതാണെങ്കിൽ, അത് എല്ലാത്തിൻ്റെയും ഒരു മിക്സാണ്. നമ്മളെല്ലാം ഇങ്ങനെയുള്ള സിനിമകൾ കണ്ടിരിക്കുന്ന ഒന്നിനും ഒരു പ്രത്യേക കാലഘട്ടം സെറ്റ് ചെയ്തിട്ട് ആ കാലഘട്ടത്തിൽ കഥ പറയുക. ഈ സിനിമയെ വ്യത്യസ്തമാക്കുന്നത് ഇത് പഴയ കാലവും പുതിയ കാലവും മിക്സ് ചെയ്തിരിക്കുന്ന രീതിയാണ്. അതിഗംഭീര എഡിറ്റിംഗ് ആണ്. പിന്നെ ഫസ്റ്റ് ഹാഫിൽ നമുക്ക് ഈ സ്റ്റോറി ബിൽഡിംഗ്, അതായത് ഈ കഥാ പരിസരം ബിൽഡ് ചെയ്യുമ്പോൾ നമുക്ക് സ്ലോ ആയിട്ട് ഏതൊരു ഇങ്ങനെയുള്ള യൂണിവേഴ്സിന്റെയും ഒരു എന്താ പറയുക ഒറിജിൻ സ്റ്റോറി എന്ന് പറയുന്നത് ഈ ഒരു പേജിൽ തന്നെയാണ് പോകുന്നത്. എന്നാലേ നമ്മൾ ആ ഒരു വേൾഡിലേക്ക് എത്തിക്കുള്ളൂ. അതിൽ ആ ഒരു സ്ലോ ആയിട്ട് നമ്മൾ എൻ്റർ ചെയ്തെങ്കിലും സെക്കൻഡ് ഹാഫ് കംപ്ലീറ്റ് പൊളിച്ചടിക്കുകയാണ്. എടുത്തു പറയേണ്ടത് പ്രഭാസിന്റെ കൂടെ തന്നെ ഈ പ്രായത്തിലും പെർഫോം ചെയ്തിരിക്കുന്ന അമിതാഭ് ബച്ചൻ്റെയാണ്. പ്രഭാസ് ആ ക്യാരക്ടറിലേക്ക് വരാൻ, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു ഹീറോ ലെവലിലേക്ക് വരാൻ ഒരു സ്ലോ ബിൽഡപ്പ് ആയിരുന്നെങ്കിൽ അമിതാഭ് ബച്ചൻ ആദ്യ സീൻ മുതൽ, അദ്ദേഹത്തിന്റെ CGI കാണിക്കുന്ന സീൻ മുതൽ ക്ലൈമാക്സ് സീൻ വരെ അതിഗംഭീര സ്ക്രീൻ പ്രസൻസ് കൊണ്ട് അമിതാഭ് ബച്ചൻ നിറഞ്ഞാടിയിരിക്കുകയാണ്. അതുപോലെ തന്നെ വില്ലനായിട്ടുള്ള കമൽഹാസന്റെ പെർഫോമൻസ് ഇതുപോലെ എടുത്തു വരേണ്ടതാണ്. ആ ശബ്ദവും എനിക്കൊന്നും ഇത് 3D കാണുമ്പോൾ ഇതിനെക്കാട്ടിലും ബെറ്റർ ആയിരിക്കുമെന്ന്. കാരണം CGI ഇത്ര ഗംഭീരമായിട്ട് ഫ്ലോലെസ് ആയിട്ട് യൂസ് ചെയ്ത ഒരു ഇന്ത്യൻ സിനിമ വന്നിട്ടുണ്ടോ എന്ന് സംശയമാണ്. അത്ര ഗംഭീരമായ CGയാണ്. സെക്കൻഡ് ഹാഫിൽ എനിക്ക് തോന്നുന്നു വളരെ ഒരു 10% മാത്രമേ ഒറിജിനുള്ളൂ, 90% CG ആണ്. പക്ഷെ നമുക്കൊരു ബിഗ് സ്ക്രീൻ ഒരിക്കലും ഫീൽ ചെയ്യാത്ത രീതിയിൽ അതിഗംഭീരമായ ടെക്നിക്കൽ പെർഫെക്ഷനോട് കൂടിയാണ് ഈ സിനിമ എടുത്തിരിക്കുന്നത്. പിന്നെ എടുത്തു പറയേണ്ട ഒരു ഇത് എന്ന് പറഞ്ഞാൽ അവർ സെക്കൻഡ് ഹാഫിൽ ബാഹുബലിയുടെ ഗെറ്റപ്പിൽ, അതായത് പുരാണ കഥാപാത്ര ഗെറ്റപ്പിൽ പ്രഭാസിലിരുന്ന സീനുണ്ട്. അത് തിയേറ്റർ പൊട്ടിത്തെറിക്കുന്ന രീതിയിലാണ് ഡയറക്ടർ ആ സാധനം എടുത്തു വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ദുൽഖർ സൽമാന്റെ ഗസ്റ്റ് റോളാണെങ്കിലും വിജയ് ദേവരക്കൊണ്ട, ഇങ്ങനെയുള്ള എല്ലാ താരങ്ങളും അവരവരെ അർഹിക്കുന്ന രീതിയിലുള്ള ഗംഭീരമായ സ്ക്രീൻ പ്രസൻസ്. അതുപോലെ ശോഭന, മലയാളത്തിന്റെ ശോഭന, അന്നാബൻ, ഇങ്ങനെയുള്ള താരങ്ങൾക്കൊക്കെ അതിഗംഭീരമായ റോളുകളാണ് വന്നിരിക്കുന്നത്. ഇത് കൽക്കി സിനിമാറ്റിക് യൂണിവേഴ്സ് എന്ന് പറഞ്ഞ സെക്കൻഡ് പാർട്ടിന്റെ ഓൾറെഡി കൺഫേം ചെയ്തിട്ടാണ് അവസാനിക്കുന്നത്. അത് ഇതിൽ കൂടുതൽ ആക്ഷൻ നിറഞ്ഞ, കൂടുതൽ ഫൈറ്റുകൾ നിറഞ്ഞ ഒരു ഗംഭീര ഫീസ്റ്റ് ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു മസ്റ്റ് വാച്ച് തിയേറ്റർ മൂവിയാണ് കൽക്കി. കാരണം സയൻസ് ഫിക്ഷൻ മൂവിയിൽ ഇത്രയധികം CGI പെർഫെക്ഷനോടെ വന്ന കംപ്ലീറ്റ് ഫ്ലോലെസ് എന്നല്ല പറയുന്നത്, നമ്മുടെ ഇന്ത്യൻ ബോളിവുഡ് ലെവലിൽ ഏറ്റവും പെർഫെക്ഷനോടെ വന്ന ഒരു കംപ്ലീറ്റ് CGI ഫാന്റസി, എന്താ പറയുക, സയൻസ് ഫിക്ഷൻ, പുരാണ കഥകൾ എല്ലാം മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഗംഭീര ഫീസ്റ്റായിട്ടാണ് കൽക്കി ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് കംപ്ലീറ്റ്ലി തൃപ്തിപ്പെടുത്തി. ഫസ്റ്റ് ഹാഫ് നിങ്ങൾ ലോ ആയിട്ട് തോന്നുമെങ്കിൽ പേടിക്കേണ്ട. സെക്കൻഡ് ഹാഫിൽ നിങ്ങൾക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ട്. നീണ്ട ഫൈറ്റുകൾ, അതിഗംഭീരമായ വിഷ്വൽസ്, ഒരു മസ്റ്റ് വാച്ച് തിയേറ്റർ മൂവിയാണ് കൽക്കി.